സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നിർദ്ദേശം. പൊതുഭരണ സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത്. നടപടിയെടുത്തത് ഹൈക്കോടതിയെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭരണാനുകൂല സംഘടന കൂറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നേരത്തെ പിഴ ഈടാക്കിയിരുന്നു. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് നടപടിയെടുക്കാൻ. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ സർക്കാരിൽ നിന്ന് വരികയാണ്. ആർക്കൊക്കെതിരെയാകും നടപടി? സ്മൃതി, അന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ രജത ജൂബിലി കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടേറിയറ്റ് കവാടത്തിൽ തന്നെ വലിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കി. പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി, പൊതുഭരണ വകുപ്പ് സെക്രട്ടറിക്ക് ഈ ബോർഡ് സ്ഥാപിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കർക്കശമായ ഇടപെടൽ നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം ഏതായാലും തദ്ദേശ ഭരണ സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായത്. മാത്രവുമല്ല, പൊതുഭരണ സെക്രട്ടറി ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അതിൽ ഈ അസോസിയേഷന്റെ ഭാരവാഹികൾക്കെതിരെ നടപടി സ്വീകരിച്ചതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി അറിയിക്കണമെന്ന് നിർദ്ദേശവും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി, പൊതുഭരണ സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ കോർപ്പറേഷനും ഈ കാര്യത്തിൽ നടപടി, കോർപ്പറേഷനാണ് ഇത് റിപ്പോർട്ടർ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഉദ്യോഗസ്ഥന്മാർ എത്തി ഈ ബോർഡ് നീക്കം ചെയ്തത്. പിന്നാലെ തന്നെ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഫ്ലക്സ് ബോർഡ് പൊതുവിടങ്ങളിൽ സ്ഥാപിക്കരുതെന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് സെക്രട്ടറിയുടെ മുന്നിൽ സ്ഥാപിച്ചത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.